നമസ്കാരം. നേതാക്കളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചാവേറായി സ്വന്തം ജീവിതം ഹോമിക്കാൻ നിൽക്കുന്നവർക്ക് ടി.പി. വധക്കേസ് എന്നും ഒരു പാഠമാകും. ടി.പി. വധക്കേസിൽ പ്രതികരിച്ച നടൻ ജോയ് മാത്യു ഇങ്ങനെയായിരുന്നു പ്രതികരിച്ചത്. ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് പങ്കുവെച്ചായിരുന്നു ജോയ് മാത്യുവിന്റെ പ്രതികരണം. ടി.പി. വധക്കേസിലെ വിധി വന്നതിന് പിന്നാലെ വിഷയത്തിൽ പ്രതികരണവുമായി നിരവധി പേർ രംഗത്ത് വരുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഒരു പ്രധാന പ്രതികരണമായി ശ്രദ്ധയാകർഷിക്കുന്നത് ഈ ജോയ് മാത്യുവിന്റെ പ്രതികരണമാണ്. ചാവേർ സിനിമയുടെ ഇതിവൃത്തവുമായി ബന്ധിപ്പിച്ചുകൊണ്ടായിരുന്നു വിഷയത്തിൽ അദ്ദേഹം പ്രതികരിച്ചത്. നേതാക്കളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചാവേറായി സ്വന്തം ജീവിതം ഹോമിക്കാതിരിക്കാൻ ഈ കോടതി വിധി ഒരു പാഠമാകട്ടെ എന്നതായിരുന്നു നടൻ കുറിച്ചത്. ടി.പി. വധക്കേസ് സംബന്ധിച്ച് ഹൈക്കോടതി വിധി വരുമ്പോൾ തന്നെ ചാവേർ ബാംഗ്ലൂർ ഫിലിം ഫെസ്റ്റിവലിൽ ഉണ്ടായിരുന്നു. കീഴടക്കാൻ ഫെസ്റ്റിവൽ ലോകങ്ങൾ നിരവധിയുണ്ട്. ഇനിയെങ്കിലും നേതാക്കളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചാവേറായി സ്വന്തം ജീവിതം ഹോമിക്കാതിരിക്കാൻ ഈ ഹൈക്കോടതി വിധി ഒരു പാഠമാകട്ടെ എന്ന് ജോയ് മാത്യു കുറിച്ചു. പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ ക്രൂരമായ ചതിയുടെയും കഥ പറയുന്ന രാഷ്ട്രീയ കൊലയാളികളുടെ ചിത്രം തന്നെയായിരുന്നു ചാവേർ. കുഞ്ചാക്കോ ബോബൻ നായകനായി എത്തുന്ന സിനിമയിൽ അർജുൻ അശോകും ആന്റണി വർഗീസ് പെപ്പയുമാണ് പ്രധാന കഥാപാത്രങ്ങളായി അവതരിപ്പിക്കുന്നത്. ടിനു പാപ്പച്ചൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ജോയ് മാത്യു ആയിരുന്നു. ഒരു പൊളിറ്റിക്കൽ ട്രാവലർ ത്രില്ലറായാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. അതേസമയം അപൂർവങ്ങളിൽ അപൂർവമായ ഒരു വിധി പ്രസ്താവനത്തിലൂടെയായിരുന്നു കഴിഞ്ഞ ദിവസം ടി.പി. വധക്കേസിലെ വിധി പ്രഖ്യാപിച്ചത്. കേസിൽ വധശിക്ഷ നൽകരുതെന്ന് ഹൈക്കോടതിയോട് യാചിച്ച് പ്രതികൾ രംഗത്തെത്തിയെങ്കിൽ പോലും കേസിൽ യാതൊരുവിധ ദയയും ഉണ്ടായിരുന്നില്ല. നിലവിൽ പ്രഖ്യാപിച്ചതിനേക്കാൾ അധികമായ ശിക്ഷയാണ് പ്രതികൾക്ക് കോടതി കഴിഞ്ഞ ദിവസം വിധിച്ചത്. പ്രതികൾക്ക് വധശിക്ഷയില്ല എങ്കിലും പ്രതികളുടെ ശിക്ഷ ഉയർത്തി ഹൈക്കോടതി തീരുമാനമെടുത്തു. 6 പേർക്ക് ഇരട്ട ജീവപര്യന്തം, 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്കും 7ാം പ്രതിക്കുമാണ് ഇരട്ട ജീവപര്യന്തം കഴിഞ്ഞ ദിവസം കോടതി വിധിച്ചത്. MC അനൂപ, കിർമാണി മനോജ്, കൊടിസുനി, TK രജീഷ്, മുഹമ്മദ് ഷാഫി, K ഷിനോജ് എന്നിവർക്കായിരുന്നു ഇരട്ട ജീവപര്യന്തം. 20 വർഷം കഴിയാതെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് പാടില്ല എന്ന് ഹൈക്കോടതി കർശനമായി നിർദ്ദേശിച്ചു. വിചാരണ കോടതി ഒഴിവാക്കിയ KK കൃഷ്ണനും ജ്യോതി ബാബുവിനും ജീവപര്യന്തം വിധിച്ചു എന്നതാണ് ശ്രദ്ധേയം. കൃഷ്ണനും ജ്യോതി ബാബുവിനും പരോൾ വ്യവസ്ഥ ബാധകമല്ല. KK രമയ്ക്ക് 7.5 ലക്ഷം രൂപയും ടി.പിയുടെ മകനായ അഭിനന്ദിന് 5 ലക്ഷം രൂപയും നൽകണമെന്നും കഴിഞ്ഞ ദിവസം വിധിയിൽ പറയുന്നുണ്ട്. അതേസമയം ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട PK കുഞ്ഞനന്ദന്റെ പിഴ ഒഴിവാക്കാനാകില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. പ്രതി മരിച്ചെന്ന് കരുതി പിഴ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനാകില്ല എന്നാണ് കോടതിയുടെ നിഗമനം. വിചാരണ കോടതി വിധിച്ച പിഴ സംഖ്യ കുടുംബത്തിൽ നിന്ന് ഈടാക്കുമെന്നും ഹൈക്കോടതി വിധിച്ചു.